السلام عليكم ورحمة الله وبركاته. تحفة المحتاج كتاب النكاح سبق 2. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد أشرف المخلوقين وعلى آله وصحابه وأتباعه أجمعين. اللهم صل على سيدنا محمد الفاتح لما غلق الخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. بسم الله ما شاء الله كان وما لم يشأ لم يكن. اللهم رب يسر ولا تعسر، رب زدنا علما، رب تمم بالخير والسعادة. പ്രിയപ്പെട്ട പണ്ഡിത സുഹൃത്തുക്കളെ, കഴിഞ്ഞ സബക്കിൽ നമ്മൾ പറഞ്ഞു വെച്ചത് നിക്കാഹിന് 2 തരത്തിലുള്ള ഇസ്തിഅ്മാലുണ്ട്. അഖദിലും ഉപയോഗിക്കും, വതഇലും ഉപയോഗിക്കും. അപ്പോൾ അഖദിൽ ഉപയോഗിക്കുന്നത് ഹഖീഖത്തും വതഇൽ മജാസുമാണെന്നാണ് ബഹുമാനപ്പെട്ട ഷാരിഹ റഹിമഹുല്ല കാരണങ്ങൾ നിരത്തി വ്യക്തമാക്കിയത്. അതാണ് നമ്മുടെ മദ്ഹബിൽ അസ്വഹായ അഭിപ്രായം. അപ്പോൾ നിക്കാഹിന്റെ ഹഖീഖിയായ മഅന അഖ്ദാണെന്ന് വെക്കുമ്പോൾ അതിൽ നിന്ന് ഫറആയി വരുന്ന 2 കാര്യങ്ങളാണ് ശേഷം പറയുന്നത്. അതിൽ നിന്നുള്ള 2 തഫ്രീഉ. അഖ്ദാണ് നിക്കാഹിന്റെ യഥാർത്ഥ ഉദ്ദേശം, യഥാർത്ഥ അർത്ഥം എന്ന് വെക്കുമ്പോൾ ഒരാള് ഞാൻ നിക്കാഹ് ചെയ്യൂല എന്ന് സത്യം ചെയ്ത് പറഞ്ഞാൽ അയാള് അഖ്ദ് നടത്തിയാൽ മാത്രമേ ആ സത്യലംഘനം സംഭവിക്കുന്നുള്ളൂ. അഖ്ദ് ഇല്ലാത്ത നിലക്ക് സിന ചെയ്താലോ അല്ലെങ്കിൽ മറ്റ് അടിമ സ്ത്രീയെ വത്ത് ചെയ്താലോ ഒന്നും അവിടെ സത്യലംഘനം സംഭവിക്കുന്നില്ല. ഇതാണ് ഒന്നാമത്തെ തഫ്രീഉ. ഫലൗ ഹലഫ, അപ്പോൾ അവൻ സത്യം ചെയ്താൽ, അതായത് അഖ്ദിന്റെ നിക്കാഹിന്റെ ഹഖീഖിയായ മഅന അഖ്ദാണെന്ന് വെക്കുമ്പോൾ ഫലൗ ഹലഫ, അവൻ സത്യം ചെയ്താൽ, ലാ യൻകിഹു, അവൻ നിക്കാഹ് ചെയ്യുകയില്ല എന്ന് സത്യം ചെയ്താൽ, ഹനീസ ബിൽ അഖ്ദി, അഖ്ദ് കൊണ്ട് അവിടെ അവൻ സത്യം ലംഘിച്ചവനാകും. അതേസമയം വത്ത് കൊണ്ടോ സിന കൊണ്ടോ അല്ലെങ്കിൽ അടിമ സ്ത്രീയെ വത്ത് ചെയ്തതുകൊണ്ടൊന്നും അവിടെ സത്യലംഘനം നടക്കുന്നില്ല. ഇനി രണ്ടാമത്തെ തഫ്രീഉ. അതുപോലെ തന്നെ ഒരു പെണ്ണുമായി വ്യഭിചാരം നടത്തിയാൽ അവിടെ വിവാഹബന്ധം സുബൂത്താവൂല. കാരണം വ്യഭിചാരത്തിൽ അവിടെ വത്ത് ഉണ്ടെങ്കിലും അവിടെ നിക്കാഹിന്റെ ഹഖീഖിയായ മഅനയാകുന്ന അഖ്ദ് അവിടെ ഇല്ല എന്നതുകൊണ്ട് വിവാഹബന്ധം നമ്മളെടുക്കൽ സ്ഥിരപ്പെടുന്നില്ല. അതെ. വലൗ സന ദിംറഅത്തി, അവൻ ഒരു പെണ്ണുമായി വ്യഭിചാരം നടത്തിയാൽ ലം തസ്ബുത്ത് മുസ്വാഹറത്ത്, അവിടെ മുസ്വാഹറത്ത് വിവാഹബന്ധം സ്ഥിരപ്പെടുന്നതല്ല. ഇങ്ങനെ 2 കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ നിക്കാഹിന്റെ ഹഖീഖിയായ മഅന അഖ്ദാണെന്ന് വെക്കുമ്പോൾ ഉള്ള വിഷയത്തിൽ നിന്ന് തഫ്രീആയി വന്നതാണ്. ഇനി വൽ അസ്ലു ഫീഹി, ഈ നിക്കാഹ് ശറഅക്കപ്പെടുന്നതിലുള്ള അടിസ്ഥാനം ഖബലൽ ഇജ്മാഇ, ഇജ്മാഇന് മുമ്പ് അൽ ആയാതു വൽ അഖ്ബാറുൽ കസീറ, ഇജ്മാഅ് വലിയ ദലീലായിട്ട് വലിയ അടിസ്ഥാനമായിട്ടുണ്ട്. അതിനു മുമ്പ് ഇജ്മാഇന് ആധാരമായ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇജ്മാഇന്റെ മുമ്പ് ഇതിന് അടിസ്ഥാനമായിട്ടുള്ളത് അൽ ആയാത്തു വൽ അഖ്ബാറുൽ കസീറ, ആയത്തുകളാണ്. വൽ അഖ്ബാറുൽ കസീറ, നിരവധി ഹദീസുകളുമാണ്. വഖദ് ജമഅതുഹ, അതിനെ ഞാൻ സമാഹരിച്ചിരിക്കുന്നു. ആ ഹദീസുകളൊക്കെ ഞാൻ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. ഫസാദത്ത്, അങ്ങനെ അത് സായിദയായിരിക്കുന്നു, വർദ്ധിച്ചിരിക്കുന്നു. അലൽ മിഅത്തി, 100-നേക്കാൾ സായിദയായിരിക്കുന്നു. ബി കസീർ, അധികമായിക്കൊണ്ട്. 100-നേക്കാൾ അധികം, 100-നേക്കാൾ സായിദയായി എന്ന് പറയുമ്പോൾ 101 102 ഒക്കെ 100-നേക്കാൾ സായിദ എന്ന് പറയാലോ. അങ്ങനെയല്ല, 1 2 ഒന്നല്ല, ബി കസീറിൻ, കുറച്ചധികം തന്നെ എന്തായിട്ടുണ്ട്, അത് സായിദയായിട്ട് 100-നേക്കാൾ അധികരിച്ചതുകൊണ്ട് അത് സായിദയായിരിക്കുന്നു. ഫി തസ്നീഫിൻ
ഒരു രചനയിൽ, ഒരു കിതാബിൽ ഞാൻ അത് ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. സമ്മൈതുഹു, ആ കിതാബിന് ഞാൻ പേര് വെച്ചിരിക്കുന്നു അൽ ഇഫ്സാഹ് അൻ അഹാദീസിൻ നിക്കാഹ്. അൽ ഇഫ്സാഹ് അൻ അഹാദീസിൻ നിക്കാഹ് എന്ന് ഞാൻ അതിന് പേര് വെച്ചിരിക്കുന്നു. അങ്ങനെ പേര് വെച്ച എൻ്റെ തസ്നീഫിൽ, എൻ്റെ രചനയിൽ ഞാൻ ഈ ഹദീസുകളൊക്കെ സമാഹരിച്ചിട്ടുണ്ട്. അവിടെ അതിൽ 100-നേക്കാൾ കൂടുതൽ ഹദീസുകൾ പറയുന്നുണ്ട്. 130ഓളം ഹദീസുകൾ ബഹുമാനപ്പെട്ടവർ അവിടെ നമ്പർ ഇട്ടിട്ട് പറയുന്നുണ്ട്. അൽ ഹദീസുൽ അവ്വലു അൽ ഹദീസു സാനി എന്ന് പറഞ്ഞിട്ട് വിവാഹ സംബന്ധിയായ 130 ഹദീസുകൾ, അൽ ഹദീസു സലാസൂന ബഅദൽ മിഅ എന്ന് വരെ എന്താകുന്നുണ്ട്, 130 ഹദീസുകൾ അതിൽ പ്രത്യേകം നമ്പർ ഇട്ട് അതിന്റെ വിശദീകരണം ബഹുമാനപ്പെട്ട ഷാരിഹ് റഹിമഹുല്ല ആ രചനയിൽ നടത്തുന്നുണ്ട്. ഈ നിക്കാഹ് ശറആക്കപ്പെട്ടിരിക്കുന്നു മിൻ അഹദ് ആദം അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമിന്റെ കാലം മുതൽക്ക് തന്നെ, മനുഷ്യകുലത്തിന്റെ ഉൽപ്പത്തി മുതൽക്ക് തന്നെ, ആദം നബി അലൈഹിസ്സലാം മുതൽക്ക് തന്നെ ഈ നിക്കാഹ് ശറആക്കപ്പെട്ടിരിക്കുന്നു. മിൻ അഹദി ആദം സ്വല്ലല്ലാഹു അലാ നബിയിന വ അലൈഹി വസല്ലം, ആദം നബി അലൈഹിസ്സലാം മുതൽക്ക് ഇത് ശറആക്കപ്പെട്ടിരിക്കുന്നു. ആദം നബിക്കും നമ്മുടെ നബിയുടെ മേലിലും അള്ളാഹുവിന്റെ സ്വലാത്തും സലാമും ഉണ്ടാവട്ടെ. വസ്തമറ, ആ നിക്കാഹിന്റെ നിയമം, ആ നിക്കാഹ് അതങ്ങനെ സ്ഥിരപ്പെടുകയും ചെയ്തു. ആദം നബി മുതൽക്കേ ഇത് ശറആക്കപ്പെട്ടിട്ടുണ്ട്, അത് സ്ഥിരപ്പെടുകയും ചെയ്തു. ഇപ്പോഴും അത് നിലനിൽക്കുന്നു. ഹത്താ ഫിൽ ജന്ന, സ്വർഗത്തിൽ വരെ അത് നിലനിൽക്കുന്നതാണ്. സ്വർഗത്തിൽ വരെ, ഇനി സ്വർഗത്തിലെത്തിയാലും അവിടെയും നിക്കാഹ് നടക്കുന്നതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃക്കല്യാണം കാണാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആസിയ ബീവിയുമായി, മറിയം ബീവിയുമായൊക്കെ ഉള്ള നിക്കാഹും സ്വർഗത്തിലും നിക്കാഹ് സുബൂത്താകുന്നതാണ്. അതുമാത്രമല്ല, സ്വർഗത്തില് മഹ്റമുകളെപ്പോലും വിവാഹം കഴിക്കാം എന്നാണ്. മഹ്റമുകൾ എന്ന് പറഞ്ഞാൽ നേരെ അസുലിനെയും ഫസുലിനെയും നിക്കാഹ് കഴിക്കാൻ പറ്റൂല, ഉമ്മാനെയും അതുപോലെ തന്നെ നേരെ മകളെ. അപ്പോൾ അസുല് ഫസുലല്ലാത്ത മക്കളും ഉമ്മവാപ്പന്മാരും അല്ലാത്തവരെ ബാക്കി ഉഖ്തിനെയും അത് ഖാലത്തിനെയും അമ്മത്തിനെയും ഒക്കെ വിവാഹം ചെയ്യുന്നത് കൊണ്ട്, മഹ്റമിനെ വിവാഹം ചെയ്യുന്നത് കൊണ്ടും സ്വർഗത്തിൽ പ്രശ്നമില്ല. അങ്ങനെ സ്വർഗത്തിലും ഇത് നിലനിൽക്കുന്നതാണ്. ഈ വിവാഹമാകുന്ന ഈ നിയമം ഇത് സ്വർഗത്തിലും നിലനിൽക്കുന്നതാണ്. വലാ നദീറ ലഹു, വലാ നദീറ ലഹു, ഇത് മൊബൈലിൽ നോക്കിയെടുക്കുന്നത് കൊണ്ടും അത് വേണ്ടതുപോലെ പെട്ടെന്ന് എന്താകുന്നില്ല, കണ്ടുകിട്ടാത്ത കുഴപ്പമുണ്ട്. ഷർവാനി മൊബൈലിലാണ് ഉള്ളത്. പിന്നെ വലാ നദീറ ലഹു ഫീമാ തഅബ്ബദ്നാ ബിഹി മിനൽ ഉഖൂദ്, വലാ നദീറ ലഹു, ഇതിനൊരു നദീറുമില്ല. ഈ നിക്കാഹിനിക്ക് തുല്യമായതിന്റെ ജിൻസേ മൗജൂദല്ല. ഫീമാ തഅബ്ബദ്നാ ബിഹി മിനൽ ഉഖൂദ്, നമ്മൾ ശർഈയായി ചെയ്യുന്ന അഖ്ദുകളുടെ കൂട്ടത്തിൽ, നമ്മൾ ശർഈന്റെ നിയമം ഫീമാ ഒന്നിൽ, തഅബ്ബദ്ന നമ്മൾ ഇബാദത്തായി ചെയ്യുന്നു, ബിഹി ഒന്നുകൊണ്ട്, മിനൽ ഉഖൂദ ഒന്നെന്തിനാൽ, അഖ്ദുകളാൽ, നമ്മൾ ശർഈന്റെ നിയമങ്ങൾ പാലിച്ച് ചെയ്യുന്ന ഇബാദത്തുകളുടെ അഖ്ദുകളുടെ കൂട്ടത്തിൽ ഇതിനിക്ക് ഒരു നദീറുമില്ല, നിക്കാഹിനിക്ക് ഒരു നദീറുമില്ല. ഇത് ആദം നബി മുതലേ നടന്നു വരുന്നതാണ്, ഇനി സ്വർഗത്തിലും അതുണ്ടാകുന്നതുമാണ്. ഇനി കുറച്ച് സ്പീഡാക്കുകയാണ് ഞാൻ. കഴിഞ്ഞ സബുക്ക് കുറച്ച് ലെങ്ത് കൂടിപ്പോയിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഞാൻ പെട്ടെന്ന് നിർത്തും നമ്മൾ ഇൻഷാ അല്ലാ. അപ്പോൾ ഒരുപാട് ഉസ്താദന്മാരുണ്ട്, അതുകൊണ്ട് തന്നെ പിന്നെ
എന്തെങ്കിലും ഹലൽ വരുന്നുണ്ടെങ്കിൽ അവർ തമ്പീഹാക്കുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഫായിദത്തുഹു ഇനി പറയുന്നത് നിക്കാഹ് നടക്കുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? 3 ഫായിദകളാണ് പറയുന്നത്. ഫായിദത്തുഹു ആ നിക്കാഹിന്റെ ഫായിദ ആകുന്നത് ഹിഫ്ലുൻ നസ്ലി നസ്ല് സൂക്ഷിക്കലാണ്, പരമ്പര നിലനിർത്തലാണ്. വതഫ്രീഖു മാ യദുറു ഹബ്സുഹു തടഞ്ഞു വെക്കൽ ബുദ്ധിമുട്ടാവുന്ന ഒന്നിനെ ഒഴിപ്പിക്കലാണ്. വതഫ്രീഖു മാ യദുറു ഹബ്സുഹു കെട്ടിക്കിടക്കൽ ശരീരത്തിന് പ്രയാസമാകുന്ന മനിയ് ഒഴിപ്പിക്കലാണ് രണ്ടാമത്തെ ഫായിദ. പരമ്പര നിലനിർത്തുക, ശരീരത്തിന് ദ്രോഹമാകുന്ന കെട്ടിക്കിടക്കൽ ബുദ്ധിമുട്ടാകുന്ന മനിയ് ഒഴിവാക്കുക. വസ്തിഫാഉൽ ലദ്ദത്തി വത്തമത്തുഅ ആനന്ദവും ആസ്വാദനവും ഉണ്ടാക്കിയെടുക്കുക. ഇങ്ങനെ 3 ഫായിദകൾ നിക്കാഹിനിക്ക് ഇവിടെ പറഞ്ഞു. വഹാദിഹി ഹിയല്ലത്തി ഫിൽ ജന്ന ഈ മൂന്നാമത് പറഞ്ഞ ഫായിദ അതാണ് സ്വർഗത്തിലുള്ളത്. സ്വർഗത്തിലെ നിക്കാഹ് കൊണ്ടുള്ള ഉദ്ദേശം, അവിടെയുള്ള ഫായിദ അവിടെ പരമ്പര നിലനിർത്തലല്ല, പെണ്ണിട്ടലും പ്രസവിക്കലും കുട്ടികളുണ്ടായാലും അങ്ങനെയല്ല അവിടെ ഉദ്ദേശം. അതുപോലെ തന്നെ ശരീരത്തിന് പ്രയാസമാകുന്ന കെട്ടിക്കിടക്കുമ്പോൾ അസ്വസ്ഥത ഉണ്ടാകുന്ന മനിയെ ഒഴിപ്പിക്കുക എന്നുള്ളതും അങ്ങനെയുള്ളൊരു അസ്വസ്ഥതയും സ്വർഗത്തിൽ ഉണ്ടാകുന്നതല്ല. അതേസമയം മൂന്നാമത് പറഞ്ഞതാണ് ലദ്ദത്ത് തമത്തു ആനന്ദവും ആസ്വാദനവും ഉണ്ടാക്കിയെടുക്കുക, അതനുഭവിക്കുക എന്നുള്ളതാണ്. ആ ഫായിദയാണ് സ്വർഗത്തിലുള്ളത്. വഹാദിഹി ഹിയല്ലത്തി ഫിൽ ജന്ന ഈ ഫായിദയാണ്, ഈ മൂന്നാമത്തെ ഫായിദയാണ് സ്വർഗത്തിലുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത സബ്കിൽ നമുക്ക് തുടരാം. ലെങ്ത് കൂടിപ്പോണ്ട, ഒരു 10 മിനിറ്റ് കൊണ്ട് തീർക്കുന്ന കോലത്തിൽ ചെറിയ ചെറിയ ക്ലിപ്പുകളാക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഉസ്താദുമാരുടെ അഭിപ്രായം പ്രതീക്ഷിക്കുന്നു ഇൻഷാ അല്ലാഹ്. ഇതിപ്പം എല്ലാവരും കേൾക്കും എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കില്ല. മുഴുവനായും എല്ലാവരും കേട്ടോളണമെന്നില്ല. പക്ഷെ ഇന്നല്ലെങ്കിലും നാളെ ഇതാരെങ്കിലും ടെലിഗ്രാം ലിങ്കൊക്കെ ആക്കുമ്പോൾ ആർക്കെങ്കിലും എന്തായാലും ഉപകാരപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷ ഇൻഷാ അല്ലാഹ് ഉണ്ട്. ഇതിനു വേണ്ടി ദാഹിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇനി ഇൻഷാ അല്ലാഹ് ഇനി അങ്ങനെ ഉണ്ടായിക്കൂടാന്നില്ലല്ലോ. അപ്പോൾ അവർക്കെങ്കിലും അത് പിന്നീട് ഉപകാരപ്പെടുമായിരിക്കും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാം ദുആ ചെയ്യുക. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.